പുതുവർഷ പുലരിയിൽ സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ്. നട തുറന്ന് 15,000-ഓളം തീർത്ഥാടകരാണ് ഇതുവരെ ദർശനം നടത്തിയത്. ഇന്നലെ മാത്രം 1,00,000-ലധികം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ എരുമേലിയിൽ നിന്ന് കാനനപാത വഴി എത്തുന്ന തീർത്ഥാടകർക്ക് അനുവദിച്ചിരുന്ന പാസ് ഇന്നു മുതൽ നിർത്തലാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും ഗോകുൽ രമേശാണ് ചേരുന്നത്. ഗോകുൽ, ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ഈ ഒരു മകരവിളക്കിന്. ഏതു രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു തിരക്ക്, അതുപോലെ തന്നെ കാനനപാത വഴിയുള്ള ആളുകളുടെ തിരക്ക് വരവ് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ ഏതു രീതിയിലാണ്? സ്വാതി കഴിഞ്ഞ 2 ദിവസമായിട്ട് അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നിപ്പോൾ രാവിലത്തെ ദൃശ്യങ്ങളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല തിരക്ക് സന്നിധാനത്ത് രാവിലെ ആദ്യ മണിക്കൂറുകളിൽ, പുതുവർഷ പുലരിയുടെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മാത്രം ഏകദേശം 1,483 തീർത്ഥാടകരാണ് രാത്രി 11 മണിക്ക് നട അടയ്ക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ ദർശനം നടത്തിയിരിക്കുന്നത്. അതായത് 1,00,000 എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഖ്യ തന്നെയാണ്. തിരക്ക് വലിയ രൂക്ഷമാണ് എന്ന് തന്നെ ആ സംഖ്യ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നും സമാനമായി തന്നെ രാവിലത്തെ മണിക്കൂറുകളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇന്നും 1,00,000-ഓളം തീർത്ഥാടകർ ദർശനം നടത്തുമെന്നുള്ളൊരു കണക്കുകൂട്ടലിൽ തന്നെയാണ് നിലവിലുള്ളത്. ഒപ്പം തീർത്ഥാടകരുടെ വരി അങ്ങ് ശരംകുത്തി വരെ നീണ്ടിരിക്കുകയാണ്. അവിടെ മുതൽ തീർത്ഥാടകരെ നിയന്ത്രിച്ച് ഘട്ടം ഘട്ടമായിട്ടാണ് സന്നിധാനത്തേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ നടപ്പന്തൽ നിറഞ്ഞ് തീർത്ഥാടകർ നിൽക്കുകയാണ്. ഒപ്പം നിലവിൽ ഈ തീർത്ഥാടകരുടെ എണ്ണം കൂടിയ സാഹചര്യത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. മറ്റ് ക്യാമ്പുകളിൽ നിന്നൊക്കെ ഉള്ള പോലീസുകാരെ കൂടി ഇന്നു മുതൽ സന്നിധാനത്ത് വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും തിരക്ക് കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇന്നലെയും സമാന സാഹചര്യം തുടർന്നതോടു കൂടിയിട്ടാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെ കൂടി ശബരിമലയിലും പരിസര പ്രദേശങ്ങളുമൊക്കെ ആയിട്ട് ഡ്യൂട്ടിക്കായിട്ട് വിന്യസിച്ചിരിക്കുന്നത്. നിലവിൽ മകരവിളക്ക് ദിവസം കൂടി വരാനായിട്ടിരിക്കുകയാണ്. ഒപ്പം വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകർ ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പോലീസും ദേവസ്വം ബോർഡും അടക്കമുള്ള വകുപ്പുകൾ കടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ എരുമേലിയിൽ നിന്നും അനുവദിച്ചിരുന്ന, അല്ലെങ്കിൽ എരുമേലിയിൽ നിന്നും കാനനപാത വഴി സന്നിധാനത്ത് എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് വരി നിൽക്കാതെ ദർശനം നടത്താൻ അനുവാദം നൽകിയിരുന്ന പ്രത്യേക പാസ് നിർത്തലാക്കിയിട്ടുണ്ട്. നിലവിൽ പ്രതിദിനം 5,000 പാസ് വീതം നൽകാനായിരുന്നു നേരത്തെ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പാക്കി തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. പക്ഷേ ഈ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ അത്തരത്തിൽ സ്പെഷ്യൽ പാസ് നൽകുമ്പോൾ അത് സന്നിധാനത്ത് കൂടുതൽ തിരക്കിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്നു. ഒപ്പം ഈ പമ്പ വഴി, അല്ലെങ്കിൽ നിലയ്ക്കൽ നിന്നും പമ്പയിലെത്തി അതുവഴി മല ചവിട്ടുന്ന തീർത്ഥാടകർക്ക് അത് ദർശനത്തിന് സമയം വൈകിപ്പിക്കുന്നു തുടങ്ങിയ കാരണങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ ഒരു പാസ് നൽകുന്ന നടപടി തൽക്കാലത്തേക്ക് ദേവസ്വം ബോർഡ് നിർത്തിവച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും സാധാരണ രീതിയിൽ തന്നെയാണ് പമ്പയിലെത്തി അവിടെ നിന്നും സാധാരണ കാനനപാത വഴി തന്നെ മല ചവിട്ടി മുകളിലെത്തേണ്ട ഒരു സാഹചര്യം കൂടിയിട്ട് ഉണ്ട്. എന്തായാലും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 18-ാം പടി കയറ്റുന്ന തീർത്ഥാടകരുടെ എണ്ണം ഒരു മിനിറ്റിൽ കഴിഞ്ഞ ദിവസങ്ങൾ അത് 50-ൽ താഴെ വരെ പോയിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് അങ്ങോട്ടുള്ള തീർത്ഥാടനത്തെ വളരെ വലിയ രീതിയിൽ പ്രതിസന്ധികരമായിട്ട് ബാധിക്കുകയുണ്ടായത്. തുടർന്ന് ഇന്നലെ ADGP S. ശ്രീജിത്ത്, ശബരിമലയുടെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം ഇവിടെ നേരിട്ടെത്തി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകമായിട്ട് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 18-ാം പടി കയറ്റുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. ഒരു മിനിറ്റിൽ ഏകദേശം 80-ന് മുകളിൽ തീർത്ഥാടകർ കയറിയാൽ മാത്രമേ ബാക്കി തുടർന്ന് അങ്ങോട്ടുള്ള തീർത്ഥാടനം സുഗമമാവുകയുള്ളൂ. എന്തായാലും അത്തരത്തിലുള്ള നടപടികൾ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ കാര്യക്ഷമമായിട്ട് നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുകയും പുതുവർഷ പുലരിയിൽ സന്നിധാനത്ത് വലിയ തരത്തിൽ ഭക്തജന തിരക്കുണ്ട്. നട തുറന്ന് 15,000-ഓളം തീർത്ഥാടകരാണ് ഇതുവരെ ഇന്ന് ദർശനം നടത്തിയത്.